Good morning, my dears. Today our topic, what are the features of good costing system? അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിലെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി. ദെൻ നെക്സ്റ്റ് അവർ ടോപ്പിക് ഈസ് വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ഗുഡ് കോസ്റ്റിംഗ് സിസ്റ്റം. നല്ലൊരു കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് ഉണ്ടായിരിക്കേണ്ട, കോസ്റ്റിംഗ് സിസ്റ്റത്തിന് ഉണ്ടായിരിക്കേണ്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ എ കോസ്റ്റിംഗ് സിസ്റ്റം ഈസ് കൺസിഡേർഡ് ആസ് ഗുഡ് വൺ വെൻ ഇറ്റ് ഈസ് capable ഓഫ് അച്ചീവിങ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്. അതായത് എ കോസ്റ്റിംഗ് സിസ്റ്റം ഈസ് കൺസിഡേർഡ് ആസ് എ ഗുഡ് വൺ വെൻ ഇറ്റ് ഈസ് capable ഓഫ് അച്ചീവിങ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്. ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റത്തിനെ തീർച്ചയായിട്ടും അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്ന രീതിയിലായിരിക്കണം അത് ചെയ്യേണ്ടത്. സോ എ കോസ്റ്റിംഗ് സിസ്റ്റം ഈസ് കൺസിഡേർഡ് എ ഗുഡ് വൺ വെൻ ഇറ്റ് ഈസ് capable ഓഫ് അച്ചീവിങ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്. Then what are the features of good or ideal costing system? What are the features of good costing system? ഒരു നല്ല കോസ്റ്റിംഗ് സിസ്റ്റത്തിന് ഉണ്ടായിരിക്കേണ്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? Then these are the points. First one is simplicity, suitability, flexibility, accuracy, economy, promptness, comparability, less clerical work, uniformity, minimum change to existing setup, efficient control of material and labor, and reconciliation of cost and financial accounts. Reconciliation of cost and financial accounts. ദെൻ അപ്പോൾ നമുക്ക് ഓരോ പോയിൻറ്റ്സ് ആയിട്ട് നമുക്ക് പഠിക്കാം. എന്താണ് ഒരു നല്ല കോസ്റ്റിംഗ് സിസ്റ്റം? കോസ്റ്റിംഗ് സിസ്റ്റത്തെ കൊണ്ടുള്ള ബെസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നതാണ്. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഫോർ ഫിക്സേഷൻ ഓഫ് സെല്ലിംഗ് പ്രൈസ്. ഇതൊക്കെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ടു അസർട്ടൈൻ ദ കോസ്റ്റ് പെർ യൂണിറ്റ്, ടു അസർട്ടൈൻ ദ കോസ്റ്റ് ഓഫ് എ ജോബ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓർ കോസ്റ്റ് ഓഫ് സർവീസ് റെൻറ്റഡ് ബൈ പേഴ്സൺ എക്സെട്ര. ഇങ്ങനെ ഓരോന്നിൻ്റെയും കോസ്റ്റ് അനലൈസ് ചെയ്യുക എന്ന് പറയുന്നതാണ് കോസ്റ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു കോസ്റ്റിംഗ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടണമെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു കോസ്റ്റിംഗ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്നൊക്കെ പറയും. അപ്പോൾ ഒരു സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കേണ്ട ഫീച്ചേഴ്സ്, വാട്ട് ആർ ദി ഗുഡ് ഫീച്ചേഴ്സ് ഓഫ് ഗുഡ് കോസ്റ്റിംഗ് സിസ്റ്റം? ദെൻ ഫസ്റ്റ് വൺ ഈസ് സിംപ്ലിസിറ്റി. Simplicity means a costing system should be simple to understand and easy to operate. It should not have too much complicated procedure and calculation. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് പോലെയുള്ള ഒരു ഡിഫിക്കൽട്ട് പ്രോസസ്സ് ഒരിക്കലും ഏതിന് ബാധകമല്ല, ദെൻ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് ബാധകമല്ല. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സിംപ്ലിസിറ്റി, ഇറ്റ് ഈസ് സിമ്പിൾ ഇൻ നേച്ചർ. അതായത് ഇപ്പോൾ നമുക്ക് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് പഠിച്ചു വന്നിരിക്കുന്ന കുട്ടികളാണ്, അതുപോലെ തന്നെ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഇതിലൂടെ ഡിഫിക്കൽട്ടാണ്. അതിൻ്റെ കോസ്റ്റ് എന്താ പറയുക, ലെഡ്ജർ, ജേണൽ, അതുപോലെ തന്നെ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പറേഷൻ, പിന്നെ അതുപോലെ തന്നെ മൾട്ടിനാഷണൽ കമ്പനീസിൻ്റെയൊക്കെ അക്കൗണ്ടിങ് പ്രോസസ്സ്, ദെൻ അമാൽഗമേറ്റഡ് കമ്പനീസിൻ്റെയൊക്കെ. അപ്പോൾ അവിടെയൊക്കെ പറയുന്ന ആ കോംപ്ലിക്കേഷൻസ് അത്ര ഡിഫിക്കൽട്ട് പ്രോസസ്സ് അല്ല ഏതെന്ന് പറയുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ് വളരെ സിമ്പിളായിട്ടുള്ളൊരു അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ആണ്. നമ്മൾ പഠിക്കുന്നതിൽ ഏറ്റവും എളുപ്പമുള്ള ആണ് ഏത് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വൺ ഓഫ് ദി ഫീച്ചർ തന്നെ എന്താണ്? സിംപ്ലിസിറ്റി ഇൻ നേച്ചർ എന്നുള്ളതാണ്. ആ സിംപ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് നോട്ട് ഹാവ് ടു മെനി കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയേഴ്സ്. വളരെയധികം കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയേഴ്സ് ഒന്നുമില്ലാതെ തന്നെ, കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയേഴ്സ് ആൻഡ് കാൽക്കുലേഷൻ, അത്തരത്തിലുള്ള കാൽക്കുലേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ചെയ്യാവുന്ന ഒരു സിസ്റ്റമാണ് ഇത് ദെൻ കോസ്റ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ കോസ്റ്റ് അക്കൗണ്ടിങ് പഠിക്കുമ്പോൾ മനസ്സിലാവും. അതായത് എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് കണക്കാക്കുക, അതിൻ്റെ ഡയറക്റ്റ് കോസ്റ്റ്, ഇൻഡയറക്റ്റ് കോസ്റ്റ്, ഇതൊക്കെ കണക്കാക്കുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. സോ ഫസ്റ്റ് പോയിൻ്റ് എന്താണ്? എ കോസ്റ്റിംഗ് സിസ്റ്റം ഷുഡ് ബി സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഈസി ടു ഓപ്പറേറ്റ്. ഇറ്റ് ഷുഡ് നോട്ട് ഹാവ് ടു മെനി കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയേഴ്സ് ആൻഡ് കാൽക്കുലേഷൻസ്. സിമ്പിളായിട്ട് വളരെ ലോജിക്കായിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ്, സെക്കൻഡ് പോയിൻ്റ് ഈസ് സ്യൂട്ടബിലിറ്റി. The costing system should be suitable to the requirement of the concern. Each organization should devise a special costing system which suits its requirement and size of operation. അതിൽ സ്യൂട്ടബിലിറ്റിയിൽ പറയുന്നത് ദ കോസ്റ്റിംഗ് സിസ്റ്റം ഷുഡ് ബി സ്യൂട്ടബിൾ ടു റിക്വയർമെൻറ്റ് ഓഫ് ദ കൺസേൺ. ഓരോ സ്ഥാപനത്തിൻ്റെയും റിക്വയർമെൻറ്റിനനുസരിച്ച് സ്യൂട്ടബിൾ ആക്കുന്നതാണ് ഇത്
കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഈച്ച് ഓർഗനൈസ് ഷുഡ് ഡിവൈസ് എ സ്പെഷ്യൽ കോസ്റ്റിംഗ് സിസ്റ്റം വിച്ച് ഇറ്റ് ഈസ് സ്യൂട്ട് ടു റിക്വയർമെൻറ്റ് ആൻഡ് സൈസ് ഓഫ് ഓപ്പറേഷൻ. അപ്പോൾ നമ്മൾ ലിമിറ്റേഷൻസ് പഠിച്ചപ്പോൾ തന്നെ പഠിച്ചിരുന്നു. ഇറ്റ് ഈസ് നോട്ട് ദെൻ കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് നോട്ട് എ യൂണിഫോം പ്രൊസീജിയർ. ഒരേപോലെയുള്ള പ്രൊസീജിയർ കോസ്റ്റ് അക്കൗണ്ടിങ്ങിനില്ല. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിന് സ്യൂട്ടബിൾ ആവുന്ന രീതിയിൽ ചെയ്യാൻ പറ്റാവുന്ന ഒരു അക്കൗണ്ടിങ് സിസ്റ്റമാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. സോ ഈച്ച് ഓർഗനൈസേഷൻ ഷുഡ് ഡിവൈസ് എ സ്പെഷ്യൽ കോസ്റ്റിംഗ് സിസ്റ്റം. ഓരോ സ്ഥാപനത്തിനും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു കോസ്റ്റിംഗ് സിസ്റ്റം ഉണ്ട് വിച്ച് സ്യൂട്ട് ഇറ്റ്സ് റിക്വയർമെൻറ്റ് ആൻഡ് സൈസ് ഓഫ് ഓപ്പറേഷൻ. Then third one is flexibility. The costing system should be flexible. It should be capable of incorporating changes in accordance with expansion, contraction, modernization or any other important changes in the organization. It is flexible in nature. Flexible in nature എന്ന് പറയുമ്പോൾ the costing system should be flexible. It should be capable of incorporating changes in accordance with expansion, contraction, modernization or any other important changes in the organization. അവിടെ പറയുന്നത് ഈ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ ഇൻ ഫ്ലെക്സിബിൾ ഇൻ നേച്ചർ. ഫ്ലെക്സിബിൾ റിജിഡ് ഇൻ നേച്ചർ അല്ല, ഫ്ലെക്സിബിൾ ഇൻ നേച്ചറാണ്. ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഷുഡ് ബി കാപ്പബിൾ ഓഫ് ഇൻകോർപ്പറേറ്റിംഗ് ചേഞ്ചസ് ഇൻ അക്കോർഡൻസ് വിത്ത് എക്സ്പാൻഷൻ, കോൺട്രാക്ഷൻ, മോഡേണൈസേഷൻ ഓർ എനി അതർ ഇമ്പോർട്ടൻറ്റ് ചേഞ്ചസ് ഇൻ ഓർഗനൈസേഷൻ. ആ സ്ഥാപനം എക്സ്പാൻഡ് ചെയ്യുന്നതിനനുസരിച്ചോ അല്ലെങ്കിൽ കോൺട്രാക്ഷൻ, അതായത് ഒന്നുകൂടെ കുറയുകയാണെങ്കിലോ, പ്രൊഡക്റ്റ് അതായത് റിഡക്ഷൻ ആണല്ലോ. കോൺട്രാക്ഷൻ എന്ന് പറയുമ്പോൾ റിഡ്യൂസിങ് ദ പ്രൊഡക്റ്റ് ഐറ്റം ഫ്രം ദി പ്രൊഡക്റ്റ് ക്ലാസിഫിക്കേഷൻ ഓർ പ്രൊഡക്റ്റ് ലൈൻ. അതായത് കഴിഞ്ഞ വർഷമൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. നിലവിലുള്ള പ്രോഡക്റ്റിൽ നിന്ന് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ കുറയ്ക്കുകയോ ആ കുറയ്ക്കുന്ന പ്രോസസ്സിനെ പ്രൊഡക്റ്റ് കോൺട്രാക്ഷൻ എന്നും അതിൽ ഒരു അഡീഷണൽ പ്രോഡക്റ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ പ്രൊഡക്റ്റ് എക്സ്പാൻഷൻ എന്നും പറയണം. അപ്പോൾ ഇവിടെ പറയുന്നത് ഇത്തരത്തിലുള്ള ചേഞ്ചസ് ഒക്കെ ഒരു ബിസിനസ് സ്ഥാപനത്തിന് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. ഇറ്റ് ഷുഡ് ബി capable of incorporating changes in accordance with expansion, contraction, modernization or any other important changes in the organization. ഓർഗനൈസേഷനിൽ ഇത്തരത്തിലുള്ള ചേഞ്ചസ് ഒക്കെ ഉണ്ടാവാം. ആ ചേഞ്ചസിനനുസരിച്ച് മോഡിഫൈ ചെയ്യാൻ പറ്റാവുന്ന ഒരു അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് കൂടിയാണ് ഇത് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് അതിൻ്റെ ഫീച്ചേഴ്സിൽ? ഇറ്റ് ഈസ് സിംപ്ലിസിറ്റി. അക്കൗണ്ടിങ്ങിലെ ഏറ്റവും സിമ്പിളായിട്ടുള്ള അക്കൗണ്ടിങ് പ്രോസസ്സാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ. ഇതിനായിട്ട് സ്യൂട്ടബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മച്ച് സ്യൂട്ടബിൾ ടു ഓർഗനൈസേഷൻ. Then it is flexible in nature. Flexibility means it is dynamic in nature. Then changes. Then fourth point is more accurate. Accurate എന്ന് പറയുന്നത് എന്താ? Correctness. Accurate. Cost accounting system should be accurate in the preparation and presentation of cost report and statement. കോസ്റ്റ് റിപ്പോർട്ടുകൾ പ്രിപ്പയർ ചെയ്യുന്നതിലോ അല്ലെങ്കിൽ ആ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നതിലോ വളരെ ആക്യുറേറ്റ് ആയിട്ടായിരിക്കും. അല്ലാതെ നമ്മൾ ഒരു എസ്റ്റിമേഷനോ പ്രിഡിക്ഷനോ നമ്മുടെ തോന്നലുകളോ അങ്ങനെയൊന്നുമല്ല. അത് അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. കോസ്റ്റിംഗ് സിസ്റ്റം ഷുഡ് ബി ആക്യുറേറ്റ് ഇൻ പ്രിപ്പറേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് കോസ്റ്റ് റിപ്പോർട്ട്സ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഒരു ഗസ് വർക്കൊന്നും ഏതിലുണ്ടായിരിക്കില്ല, കോസ്റ്റ് അക്കൗണ്ടിങ്ങിലില്ല. അത് മോർ ആക്യുറേറ്റ് ആയിരിക്കും. മോർ ആക്യുറേറ്റ് ആണെങ്കിൽ മോർ റിലയബിൾ ആയിരിക്കും. സോ ഇറ്റ് ഈസ് മോർ സ്യൂട്ടബിൾ. ആക്യുറേറ്റ് ആണെങ്കിൽ റിലയബിൾ ആയിരിക്കും, സ്യൂട്ടബിൾ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സിൽ സിമ്പിളാണ്, സ്യൂട്ടബിളാണ്, ഫ്ലെക്സിബിൾ, ഡൈനാമിക് ഇൻ നേച്ചറാണ്, ദെൻ ആക്യുറസി. Then it is more economy. Economy means the cost should be more economical. The cost for installing and operating the system should be as low as possible. Further, the cost incurred for the system should be less than the benefit accruing from it. It is more economical. എപ്പോഴും നമുക്കറിയാം ഇതെങ്ങനെയാണ് എക്കണോമിക്കൽ ആവുക, ഇത് ലാഭകരമാവൂ എന്നാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കുക അല്ലേ. മോർ എക്കണോമിക്കൽ എന്ന് പറയുന്ന ടേമാണ്. കോസ്റ്റ് അക്കൗണ്ടിങ് ഈസ് മോർ എക്കണോമിക്കൽ. അതായത് കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലാഭകരമാവും എന്ന് പറയുകയാണെങ്കിൽ സെയിം ടൈം അതിൻ്റെ ലിമിറ്റേഷനിലും അതെന്ത് പറയുന്നുണ്ട്, ദെൻ അതൊരു ഇറ്റ് ഈസ് വെരി എക്സ്പെൻസീവ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് കോസ്റ്റ് അക്കൗണ്ടിങ് ഉപയോഗിക്കുന്നത്? കോസ്റ്റ് റിഡക്ഷന് വേണ്ടിയിട്ടാണ് അല്ലേ, കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്.
ചെലവ് ചുരുക്കിക്കൊണ്ട് ലാഭം കൂട്ടുക എന്ന് പറയുന്ന മോഡേൺ ടെക്നിക്സാണ് ഇവിടെ വരുന്നത്. എപ്പോഴും എക്സ്പെൻസ് കുറച്ചുകൊണ്ട് മാക്സിമം പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യുക. അതാണ് കോസ്റ്റ് അക്കൗണ്ടിങ് ഉദ്ദേശിക്കുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഇത് ശരിക്കും ഒരു എന്താ പറയുക, കറക്റ്റായിട്ടൊരു സ്ഥാപനത്തിൽ ഉപയോഗിക്കേണ്ട ഒരു കമ്പൽസറി നാച്ചുറൽ അക്കൗണ്ടിങ് അല്ല. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിനെ എയ്ഡ് ചെയ്യാനായിട്ട്, ഇറ്റ് ഈസ് എ സപ്ലിമെൻ്ററി ഇൻ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞു. മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്തിനാണ് മാനേജ്മെൻറ്റിന് എന്തിനാണ് ഹെൽപ്പ് ചെയ്യണേ? ഇറ്റ് ക്രിയേറ്റ്സ് മോർ പ്രോഫിറ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ അല്ലേ. സ്ഥാപനത്തിന് കൂടുതൽ ലാഭം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് മാനേജ്മെൻറ്റിനെ സഹായിക്കുന്നു. അപ്പോൾ ലാഭം ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യത്തെ ക്ലാസ്സിലേ പറഞ്ഞിരുന്നു, എന്ത് കൂട്ടാൻ പാടില്ല? സെല്ലിംഗ് പ്രൈസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് പാടില്ല. സെല്ലിംഗ് പ്രൈസ് കൂട്ടിക്കൊണ്ട് ലാഭം ഉണ്ടാക്കാൻ പറ്റില്ല, അത് ബിസിനസ്സിന് അഡ്വേഴ്സ് ഇഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? കോസ്റ്റ് റിഡക്ഷൻ ടെക്നിക്സിലേക്ക് പോകേണ്ടി വരും. അവിടെ നമ്മൾ പഠിച്ചു വേസ്റ്റേജ് അല്ലേ. വേസ്റ്റേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൺട്രോളിങ് മെഷേഴ്സാണ് എപ്പോഴും കോസ്റ്റിങ്ങിൽ പഠിക്കുക. അപ്പോൾ അവിടെ നമുക്ക് എന്തെങ്കിലും സേവ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് കുറയ്ക്കേണ്ടി വരും? കോസ്റ്റ്, ചിലവ് കുറയ്ക്കേണ്ടി വരും. പ്രൊഡക്ഷൻ കോസ്റ്റ് മിനിമൈസ് ചെയ്താൽ മാത്രമേ ഒരു സ്ഥാപനം ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ആ കോസ്റ്റ് റിഡക്ഷന് വേണ്ടിയിട്ട്, സോ ഇറ്റ് ഈസ് മോർ എക്കണോമിക്കൽ. നമുക്ക് ലാഭകരമാവണമെങ്കിൽ, മോർ എക്കണോമിക്കൽ ആവണമെങ്കിൽ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് സ്ട്രാറ്റജി ഈസ് കോസ്റ്റ് റിഡക്ഷൻ. അപ്പോൾ ദെൻ ഇവിടെ പഠിക്കുന്നതിൽ തന്നെ കോസ്റ്റിംഗ് സിസ്റ്റം ഈസ് മോർ എക്കണോമിക്കൽ. ദ കോസ്റ്റ് ഫോർ ഇൻസ്റ്റാളിംഗ് ദ ഓപ്പറേറ്റ് സിസ്റ്റം ഷുഡ് ബി ആസ് ലോ ആസ് പോസിബിൾ. ഇത്രമാത്രം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്ത് അതിനാവശ്യമായിട്ടുള്ള സ്റ്റാഫുകളൊക്കെ അപ്പോയിൻറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക. അതൊക്കെ നമുക്ക് വളരെ എക്സ്പെൻസീവായിട്ട് തോന്നാം. പക്ഷേ റിയാലിറ്റി എന്ന് പറയുന്നത് ഫർദർ ദ കോസ്റ്റ് ഇൻഗേർഡ് ദ സിസ്റ്റം ഷുഡ് ബി ലെസ് ദാൻ ദ ബെനിഫിറ്റ് അക്രൂയിങ് ഫ്രം ഇറ്റ്. And then further the cost incurred for the system should be less than the benefit accruing from it. അവിടെ it is the costing system should be economical എന്ന് പറയാനുള്ള കാരണം അത് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഇൻസ്റ്റലേഷൻ എക്സ്പെൻസ് നമുക്ക് റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ദെൻ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഫീച്ചേഴ്സിൽ ഇറ്റ് ഈസ് മോർ എക്കണോമിക്കൽ ഇൻ നേച്ചർ. വളരെയധികം ലാഭകരമായിട്ടുള്ളൊരു പ്രോസസ്സാണ് അവിടെ ഇത് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ദെൻ അപ്പോൾ നെക്സ്റ്റ് പോയിൻ്റ് ഈസ് പ്രോംപ്റ്റ്നെസ്. പ്രോംപ്റ്റ്നെസ് മീൻസ് കറക്റ്റ്നെസ് അല്ലേ. പ്രോംപ്റ്റ്നെസ് മീൻസ് കറക്റ്റ്നെസ്. ദ കോസ്റ്റിംഗ് സിസ്റ്റം ഷുഡ് ബി എൻഷുർ prompteries in recording cost data and supplying the information. Prompt cost reports help the management in taking timely decisions. ഇത് പ്രോംപ്റ്റ്നെസ് എന്ന് പറയാനുള്ള കാരണം ആക്യുറേറ്റ് ആണ്, പ്രോംപ്റ്റ് ആണ്, കറക്റ്റ്ലി ടൈമിംഗ് ആണ്. ശരിക്കും ഒരു ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് പോലെ അറ്റ് ദ എൻഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യുക? ഓരോ വർഷവും അവസാനിക്കുമ്പോഴാണ് നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക. പക്ഷേ കോസ്റ്റ് അക്കൗണ്ടിങ് ഷീറ്റുകൾ പ്രിപ്പയർ ചെയ്യുന്നത് ഇൻ്ററിം റിപ്പോർട്ടാണ്. ഇൻ്ററിം റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ്ററിം ഇടക്കാല റിപ്പോർട്ടുകളാണ് അല്ലേ. അങ്ങനെ അതായത് ഇന്ന സമയത്ത് തന്നെ ചെയ്തു കൊള്ളണം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു യൂണിഫോം പാറ്റേൺ ഒന്നും കോസ്റ്റ് അക്കൗണ്ടിങ്ങിനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോംപ്റ്റ്നെസ് കൂടുതലായിരിക്കും. അതായത് ഓരോ ക്രൈസിസ് വരും തോറും ദെൻ ഓരോ സ്റ്റെപ്പിലും നമ്മൾ എന്ത് ചെയ്യണം? നല്ല ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടിയിരിക്കുന്നു. ആ തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള ഗൈഡ് ലൈൻസാണ് ഏത് റിപ്പോർട്ട് കൊടുക്കുക? കോസ്റ്റ് അക്കൗണ്ടിങ് റിപ്പോർട്ട്സ് കൊടുക്കുക. അപ്പോൾ നമുക്ക് മാറ്റങ്ങൾ, അത് വളരെ സമയം കഴിഞ്ഞതിന് ശേഷം ഒരു തീരുമാനം എടുത്തിട്ട് കാര്യമില്ല. ഇറ്റ് ഈസ് പ്രോംപ്റ്റ്നെസ്, കറക്റ്റ്ലി ടൈമിങ്ങിലാണ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ഇവിടെ പറയുന്നത് പ്രോംപ്റ്റ് ആയിരിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ശരിയായിട്ടുള്ള സമയത്ത് തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ള കോസ്റ്റ് റിപ്പോർട്ട്സ് മാനേജ്മെൻറ്റിന് സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഫോർ മാനേജ്മെൻറ്റ് ടേക്കിംഗ് ആക്യുറേറ്റ് ഡിസിഷൻ. അപ്പോൾ വൺ ഓഫ് ദി ഫീച്ചർ ഈസ് പ്രോംപ്റ്റ്നെസ്. കോസ്റ്റ് അക്കൗണ്ടിംഗ് സിസ്റ്റം ഷുഡ് എൻഷുർ പ്രോംപ്റ്റ്നെസ് in recording cost data and supplying the cost of information, and cost reports help the management in taking timely decisions. Okay, then next point is comparability. The costing should possess comparability. Cost data of a period should be comparable with other periods. Similarly, cost data of a concern should be comparable with other similar concerns. So it is one of the feature is Intrafam comparison and also Interfam comparison. Cost accounting is helpful for Interfam comparison and also Intrafam comparison. What is Interfam comparison? It is a comparison within the ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ തന്നെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കമ്പയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു.
ദെൻ അത് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് അങ്ങനെയൊന്നും നോക്കുന്നില്ല. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ബിസിനസ് ട്രാൻസാക്ഷൻസ് അപ്പം തന്നെ റെക്കോർഡ് ചെയ്യുകയും പ്രോഫിറ്റും ലോസും മനസ്സിലാക്കുകയും ചെയ്യുന്ന വൺ ഓഫ് ദി പ്രോസസ്സ് മാത്രമാണ് ഇത് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. പക്ഷേ കോസ്റ്റ് അക്കൗണ്ടിങ് ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഫോർ കമ്പാരിസൺ എന്ന് പറയുമ്പോൾ അവിടെ പ്രൊഡക്റ്റ് വൈസ് ക്ലാസിഫിക്കേഷൻ ഉണ്ടാവാം, പ്രോസസ് വൈസ് ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരിക്കാം, ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരിക്കാം. ഇങ്ങനെ ഓരോ പ്രോഡക്റ്റും ഏതാണ് ഏറ്റവും കൂടുതൽ അവിടെ ഇൻഡിവിജ്വലായിട്ട് അവിടെ നോക്കുന്നുണ്ട്. മറ്റേത് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് വെച്ചാൽ ഇറ്റ് ഇസ് ദ റിസൾട്ട് ഓഫ് ദി ഹോൾ ഓർഗനൈസേഷൻ അല്ലേ. ഒരു സ്ഥാപനത്തിൻ്റെ മൊത്തം കാര്യങ്ങളെ കുറിച്ചിട്ടാണ് അവിടെ എപ്പോഴും പഠിക്കുക ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ. പക്ഷേ ഇത് ഇൻഡിവിജ്വലൈസ് ചെയ്യുകയാണ് ചെയ്യണത്. അപ്പോൾ ഏറ്റവും ലാഭകരമായിട്ടുള്ള പ്രോഡക്റ്റ് ഏതാണ്, അതിനേക്കാൾ കൂടുതൽ ഏതാണ് ഒഴിവാക്കേണ്ടത്, ഏതാണ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുക. ഇങ്ങനെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി ഏതിന് മാത്രമേ സാധ്യമാവുള്ളൂ? കോസ്റ്റ് അക്കൗണ്ടിങ്. ദാറ്റ്സ് വൺ ഓഫ് ദി ഫീച്ചർ ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്, കമ്പാരിസൺ. സോ കമ്പാരിസണിൽ ഞാൻ 2 പോയിന്റ് പറഞ്ഞു. ഒന്ന് ഇൻ്റർഫേം കമ്പാരിസണും മറ്റൊന്ന് ഇൻട്രാഫേം കമ്പാരിസണും. Interfam comparison within the organization related to different product, different process or different departments. Then intrafirm comparison means comparison between related companies. അതാണ് ഇതിൽ ഇൻട്രാഫേം കമ്പാരിസണിൽ പറയാം. മറ്റ് സ്ഥാപനങ്ങളുമായിട്ട് അവരുടെ പ്രോഫിറ്റോ അല്ലെങ്കിൽ അതിൻ്റെ കോസ്റ്റോ അതിൻ്റെ കോസ്റ്റ് എഫക്റ്റീവ് ടെക്നിക്സിനെ കുറിച്ച് കമ്പയർ ചെയ്യുന്നതിനെയാണ് ഇൻട്രാഫേം കമ്പാരിസൺ എന്ന് പറയാം. So then one of the feature is comparability. Then next one is less clerical work. Then clerical work connected with the preparation of cost statement and filling the forms should be the minimum. That is the next point. Clerical work connected with the preparation of cost statement and filling forms suitable to minimum. വളരെ ഈസി ആയിട്ടുള്ള വൺ ഓഫ് ദി ടെക്നിക്സ് ആണ് ഇത് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റാവുന്നതും ലെസ് ക്ലറിക്കൽ വർക്ക് ഈസ് നീഡഡ് ഇൻ റിലേഷൻ ടു കോസ്റ്റ് അക്കൗണ്ടിങ്. സിമ്പിൾ പോയിൻ്റ് ആണ്. ദെൻ 9th point is next one is uniformity. Cost accounting system should possess uniformity. Various forms and statements should be standardized. That is, there should be uniform size and color. ഇവിടെ കോസ്റ്റ് അക്കൗണ്ടിങ് ഷുഡ് പൊസസ് യൂണിഫോമിറ്റി. അതായത് ശരിക്കും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പോലെ തന്നെ ഒരു യൂണിഫോം പ്രൊസീജിയറാണ് കോസ്റ്റ് അക്കൗണ്ടിങ് വേണമെന്ന് പറഞ്ഞിരുന്നില്ല. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 3 പോയിൻറ്റ്സാണ്. ഒന്ന് നമ്മൾ മുൻപ് പഠിച്ചിരിക്കുന്ന ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്ങിലെ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, ഈ 3ൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കാം. അപ്പോൾ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിരുന്നത് എന്താ? ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് recording, classifying, summarizing the business transaction for interpreting the result thereof. Then financial accounting എന്തിനു വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്? ഫോർ ascertaining the profit or loss of the company and also the financial position of the organization. The end result of the financial accounting is called as financial statement. ഇതാണ് നിങ്ങൾ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനെ കുറിച്ച് പഠിച്ചത്. സോ ഇറ്റ് ഈസ് എൻ കമ്പൽസറി ഇൻ നേച്ചർ. ഇന്ന് നമ്മൾ പഠിക്കുമ്പോൾ ഇൻ്റർനാഷണൽ ലെവലിലുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുകളാണ് ഇതിൽ പഠിക്കുന്നത്, ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പഠിക്കുന്നത്. പക്ഷേ നമ്മൾ ഇവിടെയാണെങ്കിലും കോസ്റ്റ് അക്കൗണ്ടിങ്ങോ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങോ അത്തരത്തിൽ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇത് കമ്പൽസറി അല്ല, നോട്ട് കമ്പൽസറി ഇൻ നേച്ചർ. ശരിക്കും പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആർ നോട്ട് ഇൻ കമ്പൽസറി ഇൻ നേച്ചർ. Therefore ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ഈസ് കമ്പൽസറി ഇൻ നേച്ചർ. ശരിക്കും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഓഡിറ്റ് പ്രോസസ്സൊക്കെ വരുന്നത് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനാണ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിനോ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിനോ എന്തില്ല, അതൊരു കമ്പൽസറി നേച്ചറല്ല. അപ്പോൾ അവിടെ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ റിസൾട്ടിന് പ്രാധാന്യമുണ്ട്. അതായത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഫോർ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ ഫോർ ദി അറ്റൈൻമെൻറ്റ് ഓഫ് അസർട്ടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ് പെർ യൂണിറ്റ്, അതായത് കോസ്റ്റ് കണക്കാക്കാൻ വേണ്ടിയിട്ടോ ലാഭം കൂട്ടാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന വൺ ഓഫ് ദി ടെക്നിക്സ് ആണ് ഇത്, ഈ കോസ്റ്റ് അക്കൗണ്ടിങ്ങും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും. അപ്പോൾ മാനേജ്മെൻറ്റിന് ഡിസിഷൻസ് എടുക്കാനായിട്ട് സഹായിക്കുന്ന 2 ടെക്നിക്സുകളാണ് ഇത്, കോസ്റ്റ് അക്കൗണ്ടിങ്ങും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും. ഈ കോസ്റ്റ് അക്കൗണ്ടിങ് അപ്ലൈ ചെയ്യുന്നത് എല്ലാ സ്ഥാപനങ്ങളിലും കോസ്റ്റ് അക്കൗണ്ടിങ് ഉണ്ടാവുമോ? ഇല്ല. കോസ്റ്റ് അക്കൗണ്ടിങ് മാനുഫാക്ചറിങ് യൂണിറ്റ്സിൽ മാത്രമേ കോസ്റ്റ് അക്കൗണ്ടിങ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുള്ളൂ.
മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ മാനേജ്മെൻറ്റിന് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെയോ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെയോ റിസൾട്ടുകൾ കീറി മുറിച്ച് നമ്മൾ പഠിക്കുന്ന പ്രോസസ്സാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് എ യൂണിഫോം നേച്ചർ. അതുകൊണ്ട് അത് ഇങ്ങനെയുള്ള ഷെഡ്യൂളിലാണ് എഴുതേണ്ടതെന്നോ ഇങ്ങനൊരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് വേണമെന്നൊന്നും നിർബന്ധമില്ല. പക്ഷേ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് അങ്ങനെയല്ല. എല്ലാ കാര്യത്തിലും പ്രിസ്ക്രൈബ്ഡ് മാനറിസം ഏതിനുണ്ട്? ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനുണ്ട്. അപ്പോൾ ഇവിടെ യൂണിഫോമിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏകദേശം എല്ലാ സ്ഥാപനങ്ങളും കോസ്റ്റ് അക്കൗണ്ടിങ് പ്രിപ്പയർ ചെയ്യുന്ന സ്ഥാപനങ്ങളെല്ലാം അതൊരു യൂണിഫോം പാറ്റേൺസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ പഠിക്കുന്നത് ബഡ്ജറ്റിംഗ് പഠിക്കുന്നുണ്ട്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് പഠിക്കുന്നുണ്ട്, ദെൻ മെറ്റീരിയൽ കോസ്റ്റ് പഠിക്കുന്നുണ്ട്, ലേബർ കോസ്റ്റുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്, അതേപോലെ തന്നെ പ്രോസസ് കോസ്റ്റിംഗ് എന്നൊക്കെ പറയുന്ന ഡിഫറെൻറ്റ് ടെക്നിക്സിലും ഉള്ള കോസ്റ്റിംഗ് ടെക്നിക്സ് പഠിക്കുന്നുണ്ട്. അതൊക്കെ ഒരു പരിധി വരെ യൂണിഫോം പാറ്റേണിലാണ് എന്ന് മാത്രം. അതാണ് അതിൽ വൺ ഓഫ് ദി ഫീച്ചർ എന്ന് പറയുന്നത്. അല്ലാതെ അത് എല്ലാം ഒരേപോലെയാണ് എന്ന് നമുക്ക് പറയാനായിട്ട് ഇറ്റ് ഷുഡ് ബി സ്റ്റാൻഡേർഡൈസ്ഡ്, ദേ ഷുഡ് ബി യൂണിഫോം സൈസ് ആൻഡ് ഇൻ കളർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് minimum change to existing setup. While introducing costing system, it should be disturb the existing organization setup significantly. The changes to be made should be the minimum. അടുത്ത പോയിന്റ് പറയുന്നത് മിനിമം ചേഞ്ച് ടു എക്സിസ്റ്റിംഗ് സെറ്റപ്പ്. നിലവിലുള്ള ചില സെറ്റപ്പുകൾക്ക് ചേഞ്ചസ് സംഭവിക്കാം. വൈൽ ഇൻട്രഡ്യൂസിങ് എ കോസ്റ്റിംഗ് സിസ്റ്റം, ഇറ്റ് ഷുഡ് നോട്ട് ഡിസ്റ്റർബ് ദ എക്സിസ്റ്റിംഗ് ഓർഗനൈസേഷൻ സെറ്റപ്പ് സിഗ്നിഫിക്കൻ്റ്ലി. The changes to be made should be into the minimum. അതായത് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു ടെക്നിക്സ് ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെട്ടാൽ ചെറിയ രീതിയിലെങ്കിലും അത് ബിസിനസ്സിനെ ബാധിക്കും. അത് വല്ലാത്ത രീതിയിൽ ബാധിക്കുന്ന രീതിയിൽ നമ്മളത് ശ്രദ്ധിക്കുക. ദെൻ നെക്സ്റ്റ് വൺ ഈസ് എഫിഷ്യൻറ്റ് കൺട്രോൾ ഓഫ് മെറ്റീരിയൽ ആൻഡ് ലേബർ. വെരി ഇമ്പോർട്ടൻറ്റ്. എഫിഷ്യൻറ്റ് കൺട്രോൾ ഓഫ് മെറ്റീരിയൽ ആൻഡ് ലേബർ. The costing system should be kept in such a way that it can exercise an effective control over material cost and labor cost. Then the costing system should be kept in such a way that it is an exercise an effective control of മെറ്റീരിയൽ കോസ്റ്റ്. വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണത്. അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാനുള്ള കാരണം എഫിഷ്യൻറ്റ് കൺട്രോൾ ഓഫ് മെറ്റീരിയൽ ആൻഡ് ലേബർ. ഞാൻ പറഞ്ഞു ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ആദ്യം സിലബസ് വായിച്ചപ്പോൾ സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത് മെറ്റീരിയൽ കോസ്റ്റിനെ കുറിച്ചും അതുപോലെ തന്നെ ലേബർ കോസ്റ്റിനെ കുറിച്ചാണ്. അതായത് ഓരോ പ്രോഡക്റ്റും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുണ്ടാകാവുന്ന എക്സ്പെൻസുകളെ കുറിച്ച് നമ്മൾ കോൺഷ്യസ് ആയിരിക്കണം. കണ്ടോ, അതിന് എത്രമാത്രം ചിലവ് വന്നിട്ടുണ്ട് എന്ന് പറയുന്ന ആ വൺ ഓഫ് ദി പോയിൻറ്റ് ദറ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടൻ്റ് എലമെൻറ്റ് ഫോർ ദി എഫിഷ്യൻറ്റ് കൺട്രോളിങ് ഓഫ് മെറ്റീരിയൽ. ഒരു ബിസിനസ് ഒരു 100 യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന റോ മെറ്റീരിയൽസ്, അതിൻ്റെ ലേബർ ചാർജ്, ദെൻ ഫാക്ടറി ഓവർ ഹെഡ്, ഓഫീസ് എക്സ്പെൻസസ്, ഇതെല്ലാം കൂടെ ആഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? അതിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് കണക്കാക്കുന്നത്. കണ്ടോ, ഇവിടെ അങ്ങനെ കോസ്റ്റ്. അപ്പോൾ ദെൻ അവിടെ നമ്മൾ 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന ഏരിയ ഓഫ് ഓപ്പറേഷൻ കണ്ടോ, അതിന് വേണ്ടി എടുക്കുന്ന റോ മെറ്റീരിയൽസ്, അതിന് വേണ്ടി വരുന്ന മറ്റുള്ള എക്സ്പെൻസസ്, ഇതെല്ലാം കൂടെ കൂട്ടി നോക്കി അതിനെ ഔട്ട്പുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ടെക്നിക്സ് ആണത് അല്ലേ? നമ്മളെങ്ങനെ ഒരു പ്രൊഡക്റ്റിൻ്റെ വില നിശ്ചയിക്കുക എന്ന് പറഞ്ഞത് ടോട്ടൽ കോസ്റ്റിനെ നമ്പർ ഓഫ് യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? അവിടെ എഫിഷ്യൻറ്റ് കൺട്രോൾ ഓഫ് മെറ്റീരിയൽ ആൻഡ് ലേബർ, പൂർണ്ണമായിട്ടും നമ്മൾ മെറ്റീരിയൽസിനെയും ലേബറിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റാവുന്ന ടെക്നിക്സാണ് നമ്മളെ പഠിപ്പിക്കുക. അപ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ മെറ്റീരിയൽ കോസ്റ്റ് റിഡക്ഷൻ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ? എങ്ങനെയാണ് ഈ മെറ്റീരിയൽ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കുക? നമ്മൾ എന്തെങ്കിലും കേട്ടു അവിടെ നിന്ന് അങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഉണ്ടാവുക? കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും ഇല്ലേ? അപ്പോൾ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യാൻ പാടില്ല. കോസ്റ്റ് ഇൻക്രീസ് ചെയ്യാതിരിക്കണമെങ്കിൽ പ്രോപ്പർ പ്ലാനിങ് ഉണ്ടായിരിക്കണം. അതിനാണ് നമ്മൾ ഈ കോസ്റ്റ് അക്കൗണ്ട്സിലെ ടെൻഡർ നോട്ടീസും കൊട്ടേഷൻസും ഒക്കെ പഠിക്കുക. അത് നെക്സ്റ്റ് ചാപ്റ്ററിൽ പഠിക്കും. എങ്ങനെയായിരിക്കും സാധനങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കോസ്റ്റ് റിഡ്യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ പറയുന്ന ടെക്നിക്സിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? കോസ്റ്റ് റിഡക്ഷനിലേക്ക് പോകാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇവിടെ പഠിപ്പിക്കുന്ന പോയിന്റിൽ എഫിഷ്യൻറ്റ് കൺട്രോൾ ഓഫ് മെറ്റീരിയൽസ് ആൻഡ് ലേബർ, അതിൽ ഫിഫോ മെത്തേഡ്, ലിഫോ മെത്തേഡ്, അതേപോലെ തന്നെ മെറ്റീരിയൽ വേരിയൻസസിനെ കുറിച്ചൊക്കെ പഠിക്കും. സ്റ്റാൻഡേർഡ് വേരിയൻസ്, അങ്ങനെ ഡിഫറെൻറ്റ് ടെക്നിക്സിലൂടെ നിങ്ങൾക്ക് എന്ത് കുറയ്ക്കാനായിട്ട് പഠിക്കും? കോസ്റ്റ് കുറയ്ക്കാനുള്ള ടെക്നിക്സ് പഠിപ്പിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ എഫിഷ്യൻറ്റ് കൺട്രോൾ, ഈ കോസ്റ്റിംഗ് പഠിപ്പിക്കുമ്പോൾ അതിൽ പഠിക്കേണ്ട ഒരു പോയിൻ്റാണ് എഫിഷ്യൻറ്റ് കൺട്രോൾ ഓഫ് മെറ്റീരിയൽ.
ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ കോസ്റ്റ് റിഡക്ഷൻ ടെക്നിക്സിലേക്ക് നമ്മൾ കടന്നു വരണം. എഫിഷ്യൻറ്റ് കൺട്രോൾ ഓഫ് മെറ്റീരിയൽ. അതുപോലെ ലേബർ കോസ്റ്റ്. ഒരാൾ ചെയ്യേണ്ട ജോലിയിൽ അയാൾ മാത്രം ജോലി ചെയ്യുക, ആ കോസ്റ്റ് എത്രമാത്രം ഇഫക്റ്റീവ് ആണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. 2 പേരോ 3 പേരോ അവിടെ ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ്പെൻസീവായിട്ട് മാറും. അവിടെ ആ ഒരു എക്സ്പെൻസ് റിഡ്യൂസ് ചെയ്യണം. കണ്ടോ, അവിടെ എഫിഷ്യൻറ്റ് കൺട്രോൾ ഓഫ് മെറ്റീരിയൽ ആൻഡ് ലേബർ. ദ കോസ്റ്റിംഗ് സിസ്റ്റം ഷുഡ് ബി കെപ്റ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് it can exercise an effective control over material cost and labor cost. That is the last point. Reconciliation of cost and financial accounts. The costing system should be maintained in such a way that costing profit can be easily reconciled with the ഫൈനാൻഷ്യൽ പ്രോഫിറ്റ്. റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ +2 ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. റീകൺസിലിയേഷൻ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒന്നിൽ കൂടുതലോ ഒന്നിൽ കുറവോ ഉണ്ടെങ്കിൽ അതിനെ റീകൺസീൽ ചെയ്തുകൊണ്ട് ഈക്വലൈസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്താ പറയുക, റീകൺസിലിയേഷൻ. സാധാരണ നമ്മൾ പഠിക്കാറുള്ളത് +2 ക്ലാസ്സുകളിലൊക്കെ ബാങ്കിങ് നമ്മൾ പഠിക്കുക, ബാങ്ക് അക്കൗണ്ടും അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള പാസ്ബുക്കിലുള്ള ക്യാഷ് അക്കൗണ്ടും അല്ല, പാസ്ബുക്കിലുള്ള ക്യാഷും അതുപോലെ തന്നെ 2 തരത്തിലാണ്. പാസ്ബുക്കും ക്യാഷ് ബുക്കും തമ്മിലുള്ള ഒരു കമ്പാരിസണാണ്. പഠിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, +2 ക്ലാസ്സുകളിൽ പഠിക്കേണ്ടതാണ് അത്. പാസ്ബുക്കും ക്യാഷ് ബുക്കും തമ്മിലൊരു കമ്പാരിസൺ ഉണ്ട്. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളിലും ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ ബാങ്ക് ചെക്ക് ക്ലിയർ ചെയ്തെടുത്തിട്ടില്ലെങ്കിൽ ദെൻ പാസ്ബുക്കിൽ എൻട്രി ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷേ ക്യാഷ് ബുക്കിൽ എൻട്രി ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ദെൻ അവിടെ വേരിയേഷൻ ഉണ്ടാവും. ഈ വേരിയേഷൻസിന് നമ്മൾ ഏതൊക്കെ എൻട്രീസിലൂടെയാണ് അത് ഈക്വലൈസ് ചെയ്യുക. അതേപോലെ തന്നെ റീകൺസിലിയേഷൻ ഓഫ് കോസ്റ്റ് ആൻഡ് ഫൈനാൻഷ്യൽ അക്കൗണ്ട്സ് ആണ്. ദ കോസ്റ്റിംഗ് സിസ്റ്റം ഷുഡ് ബി മെയിൻറ്റെയിൻ ഇൻ സച്ച് എ വേ ആസ് ദ കോസ്റ്റിംഗ് പ്രോഫിറ്റ് ക്യാൻ ബി ഈസിലി റീകൺസീൽഡ് വിത്ത് ദ ഫൈനാൻഷ്യൽ പ്രോഫിറ്റ്. ഇത്രയാണ് ഇതിൽ പഠിക്കാനുള്ള. വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് എ ഗുഡ് കോസ്റ്റിംഗ് സിസ്റ്റം? ഒരു നല്ല കോസ്റ്റിംഗ് സിസ്റ്റത്തിന് ഉണ്ടായിരിക്കേണ്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിരിക്കണം. വളരെ സിമ്പിളാണ്. ഫോളോയിങ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഗുഡ് ഐഡിയൽ കോസ്റ്റിംഗ് സിസ്റ്റം. ഇറ്റ് ഈസ് എ സിംപ്ലിസിറ്റി. Then second one is suitability. Third one is flexibility. And fourth one is accuracy, economy, promptness, comparability, less clerical work, uniformity, minimum changes to existing setup, and efficient control of material and labor, reconciliation of cost and financial accounts. Then next topic, steps for installation of costing system. Next topic, steps for installation of costing system. ഒരു കോസ്റ്റ് അക്കൗണ്ടിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട പോയിൻറ്റ്സ് എന്തൊക്കെയാണ്? എവരി മീഡിയം ആൻഡ് ലാർജ് അണ്ടർടേക്കിംഗ് എൻഗേജ്ഡ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫൈൻഡ് ഇറ്റ് അഡ്വാൻറ്റേജസ് ടു ഇൻസ്റ്റാൾ എ കോസ്റ്റ് അക്കൗണ്ടിംഗ് സിസ്റ്റം. Then first point is deciding the objective of the firm. Second one is studying the organization of the business. Third point, studying the areas of operation. Then fourth one is explaining the system to the staff. Then designing the cost books and cost records, determining the cost rate, introducing the system, organizing the cost office. Then last one is relationship with other department. എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യാം, ഒരു കോസ്റ്റിംഗ് സിസ്റ്റം ഒരു സ്ഥാപനത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുക? ഫസ്റ്റ് വൺ ഈസ് ഡിസൈഡിങ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഫേം, ഒബ്ജക്റ്റീവ് ഓഫ് ദ സിസ്റ്റം. ബിഫോർ ഇൻട്രൊഡ്യൂസിങ് ദ കോസ്റ്റിംഗ് സിസ്റ്റം, എ കൺസേൺ ഷുഡ് ഡിസൈഡ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഒബ്ജക്റ്റീവ്സ് ടു ബി അച്ചീവ്ഡ് ത്രൂ ഇറ്റ്. നേച്ചർ ഓഫ് ദ സിസ്റ്റം ഷുഡ് ബി ഇൻസ്റ്റാൾഡ് ഡിപ്പെൻഡ് അപ്പോൺസ് ദ ഒബ്ജക്റ്റീവ്സ് ടു ബി അച്ചീവ്ഡ്. അതായത് ആ സ്ഥാപനത്തിൻ്റെ ആ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റ് എന്താണോ ആ ഒബ്ജക്റ്റ് നേടിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റമാണ് നമ്മളവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യം നോക്കേണ്ട പോയിൻ്റ് ഡിസൈഡിങ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ സിസ്റ്റം. Second one is studying the organization of the organization, studying the organization of the business. Proper attention should be given to the existing organization structure of the business. The costing system should be designed to suit the organizational arrangement such as departmentalization,
departmentalization, delegation of authority, centralization and decentralization. Studying the organization of the business in the organization of the business in the organisate കുറിച്ച് ശ്രദ്ധിച്ചിരിക്കണം എന്നുള്ളതാണ്. Proper attention should be given to the existing organizational structure of the business. ശരിയായിട്ടുള്ള ഒരു പ്രോപ്പർ അറ്റൻഷൻ തന്നെ കൊടുത്തിരിക്കണം. പ്രോപ്പർ അറ്റൻഷൻ ഷുഡ് ബി ഗിവൺ ടു ദ എക്സിസ്റ്റിംഗ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഓഫ് ദ ബിസിനസ്. The costing system should be designed to suit the organizational arrangement such as departmentalization, delegation of authority, centralization and decentralization, etc. Then third point is studying the areas of operation. The areas of operation which require immediate attention should be identified. The costing system should focus attention to such areas which need it urgently. അടുത്ത പോയിന്റിൽ സ്റ്റഡിയിങ് ദ ഏരിയ ഓഫ് ഓപ്പറേഷനെ കുറിച്ച് പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ വിച്ച് റിക്വയർ ഇമ്മീഡിയറ്റ് അറ്റൻഷൻ ഷുഡ് ബി ഐഡൻറ്റിഫൈഡ്. അതുപോലെ ദ കോസ്റ്റിംഗ് ഷുഡ് ഫോക്കസ് അറ്റൻഷൻ ടു സച്ച് ഏരിയ വിച്ച് is need it urgently. Then fourth point is explaining the system to the staff. Before introducing a costing system, it should be explained to the member of staff. All doubts about the system should be clarified and benefit of the system should be highlighted. അവിടെ നമ്മൾ പറയുന്നത് എക്സ്പ്ലെയിൻ സിസ്റ്റം ടു ദ സ്റ്റാഫ്. ബിഫോർ ഇൻട്രൊഡ്യൂസിങ് ദ കോസ്റ്റിംഗ് സിസ്റ്റം, ഒരു കോസ്റ്റിംഗ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഇറ്റ് ഷുഡ് ബി എക്സ്പ്ലെയിൻ ടു ദ മെമ്പർ ഓഫ് സ്റ്റാഫ് മെമ്പേഴ്സിനെ അറിയിച്ചിരിക്കണം. ഓൾ ഡൗട്ട് അബൌട്ട് ദ സിസ്റ്റം ഷുഡ് ബി ക്ലാരിഫൈഡ് and the benefit of the system should be highlighted. Then fifth point is designing the cost books and cost records. The books and records to be maintained by the system should be clearly designed. The books and records to be kept depend upon the nature of the system, the objectives to be achieved, the integration of cost and financial accounts, etc. ഇവിടെ നമ്മൾ വന്ന് ഡിസൈനിങ് ദ കോസ്റ്റ് ബുക്സ് ആൻഡ് കോസ്റ്റ് റെക്കോർഡ്സ്, അതായത് കോസ്റ്റ് ബുക്കുകൾ ഡിസൈൻ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ദ കോസ്റ്റ് ബുക്സ് ആൻഡ് റെക്കോർഡ്സ് ടു ബി മെയിൻറ്റെയിൻ ബൈ ദ സിസ്റ്റം ഷുഡ് ബി ക്ലിയർലി ഡിസൈൻ. ദ ബുക്സ് ആൻഡ് റെക്കോർഡ്സ് ടു ബി കെപ്റ്റ് ഡിപ്പെൻഡ് അപ്പോൺ ദി നേച്ചർ ഓഫ് ദി സിസ്റ്റം, ദ ഒബ്ജക്റ്റീവ്സ് ടു ബി അച്ചീവ്, ദ ഇൻറ്റഗ്രേഷൻ ഓഫ് കോസ്റ്റ് ആൻഡ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ബുക്സ് ആർ ടു ബി കെപ്റ്റ് മെയിൻറ്റെയിൻ ബൈ ക്ലിയർലി ഡിസൈൻ. ശരിയായിട്ടുള്ള രീതിയിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ബുക്സ് ആൻഡ് റെക്കോർഡ്സ് ടു ബി കെപ്റ്റ് ഡിപ്പെൻഡ് അപ്പോൺ ദ നേച്ചർ ഓഫ് ദി സിസ്റ്റം. ആ സ്ഥാപനത്തിൻ്റെ നേച്ചർ നോക്കിക്കൊണ്ട് തന്നെ അതിന് സ്യൂട്ടബിൾ ആകുന്ന രീതിയിലായിരിക്കണം ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ദ ഒബ്ജക്റ്റീവ്സ് ടു ബി അച്ചീവ്ഡ്, ദ ഇൻറ്റഗ്രേഷൻ ഓഫ് കോസ്റ്റ് ആൻഡ് ഫൈനാൻഷ്യൽ അക്കൗണ്ട്സ്, എക്സെട്ര. Then next one is determining the cost rate. Various cost rates are used in operation of a cost accounting system. Before determining the cost rate, a detailed study should be conducted regarding factory operations, manufacturing process, etc. Overhead absorption rate, depreciation rate, material issue rate, etc. should be clearly decided. അതായത് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡിറ്റർമിനിങ് ദ കോസ്റ്റ് റേറ്റ്. ഓരോന്നിൻ്റെയും കോസ്റ്റ് റേറ്റുകളെ കുറിച്ച് ശ്രദ്ധിച്ചിരിക്കണം. വേരിയസ് കോസ്റ്റ് റേറ്റ് ആർ യൂസ്ഡ് ഇൻ ദ ഓപ്പറേഷൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം. ബിഫോർ ഡിറ്റർമിനിങ് ദ കോസ്റ്റ് റേറ്റ്, എ ഡീറ്റെയിൽഡ് സ്റ്റഡി ഷുഡ് ബി കണ്ടക്റ്റഡ് റിഗാർഡിംഗ് ഫാക്ടറി ഓപ്പറേഷൻ, മാനുഫാക്ചറിങ് പ്രോസസ്, എക്സെട്ര. നമ്മളൊരു കോസ്റ്റ് റേറ്റ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനേക്കാൾ മുൻപ് തന്നെ അവിടുത്തെ ഫാക്ടറി ഓപ്പറേഷൻസ് നോക്കിയിരിക്കണം, മാനുഫാക്ചറിങ് പ്രോസസ്സുകളെ കുറിച്ച് പഠിച്ചിരിക്കണം. ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ്, ഡിപ്രീസിയേഷൻ റേറ്റ്, മെറ്റീരിയൽ ഇഷ്യൂ റേറ്റ്, എക്സെട്ര ഷുഡ് ബി ക്ലിയർലി ഡിസൈഡഡ്. ഇത്തരത്തിലുള്ള ഓവർഹെഡ് അബ്സോർപ്ഷനോ ഡിപ്രീസിയേഷൻ റേറ്റുകളെക്കുറിച്ചോ മെറ്റീരിയൽ റേറ്റ്സിനെ കുറിച്ചൊക്കെ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കണം. ദെൻ ഇൻട്രൊഡ്യൂസിങ് ദ സിസ്റ്റം. When all the above formalities are over, the costing system is actually introduced in a concern. They should be introduced gradually in state and not in a haste. അവിടെ അതിനുശേഷം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം അവിടെ എന്ത് ചെയ്തിരിക്കണം? കോസ്റ്റിംഗ് സിസ്റ്റം ആക്ച്വലി ഇൻട്രൊഡ്യൂസ് ഇൻ ദ കൺസേൺ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ടാണ്? ആ സ്ഥാപനത്തിൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കിയിരിക്കണം, ഓർഗനൈസേഷനെ കുറിച്ച് പഠിച്ചിരിക്കണം, ഏരിയ ഓഫ് ഓപ്പറേഷൻ, അതേപോലെ തന്നെ എക്സ്പ്ലെയിൻ ദ സിസ്റ്റം ടു ദ സ്റ്റാഫിനെ അതിനെ ബോധ്യപ്പെടുത്തി കൊടുത്തിരിക്കണം,
കോസ്റ്റ് ബുക്സ്, കോസ്റ്റ് റെക്കോർഡ്സ് നോക്കിയിരിക്കണം, ആൻഡ് ഡിറ്റർമിനിങ് ദ കോസ്റ്റ് റേറ്റ് ആൻഡ് ഇൻട്രൊഡ്യൂസിങ് ദ സിസ്റ്റം. Then next point is organizing the cost office. A well organized cost office is essential for successful operation of the costing system. The cost office should be located near the factory. There should be sufficient staff in department to handle the work. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പോയിന്റിൽ എ വെൽ ഓർഗനൈസ്ഡ് കോസ്റ്റ് ഓഫീസ് ഈസ് എസെൻഷ്യൽ ഫോർ സക്സസ്ഫുൾ ഓപ്പറേഷൻ ഓഫ് ദ കോസ്റ്റിംഗ് സിസ്റ്റം. The cost office should be located near the factory. There should be sufficient staff in the department to handle the work. Then ninth point is relationship with the other departments. The costing department is normally set up as an independent department reporting directly to the top level managers. The department should function in close relation with other departments of the concern. ശരിക്കും കോസ്റ്റ് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഇറ്റ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ഫങ്ഷൻ ക്ലോസ് റിലേഷൻഷിപ്പ് വിത്ത് അതർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ദി ഓർഗനൈസേഷൻ. ദെൻ നെക്സ്റ്റ് ടോപ്പിക് പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഇൻ ഇൻസ്റ്റാളിങ് കോസ്റ്റിംഗ് സിസ്റ്റം. അപ്പോൾ ഇതിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന ടോപ്പിക്കിൽ ഇനി നെക്സ്റ്റ് നമുക്ക് പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഈ കോസ്റ്റ് അക്കൗണ്ടിങ് ഒരു സ്ഥാപനത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പോയിൻറ്റ്സ് എന്തൊക്കെയാണ്? പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഇൻ ഇൻസ്റ്റാളിങ് കോസ്റ്റിംഗ് സിസ്റ്റം. ദറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് ലാക്ക് ഓഫ് സപ്പോർട്ട് ഫ്രം ദ ടോപ്പ് മാനേജ്മെൻറ്റ്. That is, when a costing system is introduced without consulting the departmental heads and the senior managers, proper support and cooperation from managerial staff may not be readily available. First point, lack of support from the top management. Top management നിന്ന് ശരിയായിട്ടുള്ള സപ്പോർട്ട് ഇല്ലാത്ത പക്ഷം. When a costing system is introduced without consulting the departmental heads and senior managers, proper support and cooperation from the managerial staff may not be readily available. ഇത്തരത്തിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഇതൊക്കെയാണ് നമ്മൾ നേരിടാവുന്ന പ്രശ്നം. അതായത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എടുത്തുന്നോ ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സിൻ്റെ എടുത്തുന്നോ പ്രോപ്പർ സപ്പോർട്ട് ആൻഡ് കോപ്പറേഷൻ മാനേജർ സ്റ്റാഫ് മേ നോട്ട് ബി റെഡിലി അവൈലബിൾ. അത് ശരിയായിട്ട് ലഭ്യമല്ല എങ്കിൽ നമുക്ക് കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം അത്രമാത്രം ഇഫക്റ്റീവ് ആവില്ല. ദെൻ സെക്കൻഡ് പോയിൻ്റ് ഈസ് റെസിസ്റ്റൻസ് ഫ്രം ദ എക്സിസ്റ്റിംഗ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങോ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് സ്റ്റാഫുകളിൽ നിന്നോ നമുക്കുണ്ടാകാവുന്ന ചില പ്രോബ്ലംസിനെയാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പോൾ റെസിസ്റ്റൻസ് ഫ്രം എക്സിസ്റ്റിംഗ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് സ്റ്റാഫ്. Existing financial accounting staff may oppose that the new system will affect their position and importance in the organization. Then third point is resistance from supervisors and workers. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നേരിടുന്ന പ്രശ്നങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിഫിക്കൽട്ടീസ് എന്ന് പറയുന്നത്. ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടണമെങ്കിൽ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. അവിടെ ലാക്ക് ഓഫ് സപ്പോർട്ട് ഫ്രം ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഓർ സീനിയർ മാനേജേഴ്സ്. Resistance from existing financial accounting staff. Then third one is resistance from supervisors and workers. Then fourth one is resistance or shortage of trained staff. Most organizations face the problem of shortage of trained cost accountants to handle the work of cost analysis and cost control. അവിടെ ട്രെയിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ നന്നായിട്ട് ട്രെയിൻ ചെയ്തെടുക്കുന്ന ആളുകളുടെ അഭാവം എന്ന് പറയാം. ദറ്റ് ഈസ് മോസ്റ്റ് ഓർഗനൈസേഷൻ ഫേസ് ദ പ്രോബ്ലം ഓഫ് ഷോർട്ടേജ് ഓഫ് ട്രെയിൻഡ് കോസ്റ്റ് അക്കൗണ്ടൻസ് ടു ഹാൻഡിൽ ദ വർക്ക് ഓഫ് കോസ്റ്റ് അനാലിസിസ് ആൻഡ് കോസ്റ്റ് കൺട്രോൾ. ദെൻ ഫിഫ്ത്ത് പോയിന്റ് ഈസ് ഹെവി കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ. The cost accounting system involves the maintenance of additional books of accounts and additional paperwork. Thus, cost of installing and operating the system will be heavy. Heavy cost of operation. Heavy cost of operation le the cost accounting system involves maintenance of additional books of accounts, additional paperwork. തീർച്ചയായിട്ടും ഇത്രകൂടെ എക്സ്പെൻസീവ് ആയിട്ട് അത് മാറും. സോ ദസ് കോസ്റ്റ് ഓഫ് ഇൻസ്റ്റാളിങ് ആൻഡ് ഓപ്പൺ ദീസ് ആർ ദി പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഇൻ ഇൻസ്റ്റാളിങ് കോസ്റ്റിംഗ് സിസ്റ്റം. അപ്പോൾ നിങ്ങൾക്കവിടെ മനസ്സിലായത് എന്താ? ഇത്രയും കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കുന്ന ഫീച്ചേഴ്സ് പഠിച്ചു, അതേപോലെ തന്നെ അതിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കതിൽ വേണ്ടതെന്നൊക്കെ പഠിച്ചു കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ നേരിടുന്ന ചില പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസാണ് നമ്മളെടുത്ത് കാണിച്ചത്. ആ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസിലെ ലാക്ക് ഓഫ് സപ്പോർട്ട് ഫ്രം ടോപ്പ് മാനേജ്മെൻറ്റ്, ലാക്ക് ഓഫ് സപ്പോർട്ട് ഫ്രം എക്സിസ്റ്റിംഗ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് സ്റ്റാഫ്, റെസിസ്റ്റൻസ് ഫ്രം സൂപ്പർവൈസേഴ്സ് ആൻഡ് വർക്കേഴ്സ്,
shortage of trained staff, heavy cost of production, cost of operation, etc. The above mentioned difficulties can be overcome by taking suitable steps before introducing the system. Top managers should be consulted and convinced that the system will help them to perform their duties efficiently. Existing financial accounting staff should be assured that the costing system will not be affect their position in the organization. Workers should be explained about the immense benefit they can enjoy from the costing system. The cost of installing and maintaining the system can be reduced by designing a system that suits the requirement of the organization. Further, the cost of installing and maintaining a costing system should be treated as an investment, the benefit of which will accrue the firm overall several years in the future. ഇത്രയെല്ലാം ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യണം, അവർക്കും ടേക്കിംഗ് സ്യൂട്ടബിൾ സ്റ്റെപ്സ് ഫോർ ബിഫോർ ഇൻട്രൊഡ്യൂസ് സിസ്റ്റം, അതിന് മതിയായിട്ടുള്ള ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്. ടോപ്പ് മാനേജേഴ്സ് കൺസിഡർ ദ കൺവിൻസ് ദാറ്റ് വി ഹെൽപ്പ് ഫ്രം എഫിഷ്യൻ്റ്ലി. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മുടെ ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അതിൻ്റെ ഡ്രോബാക്സ്, അതായത് നെക്സ്റ്റ് പോയിൻറ്റ്സ് എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട്, ഇപ്പോൾ ഫസ്റ്റിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളൂ. ഇത് കൂടാതെ ഏതെങ്കിലും ആ ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് പോയിൻറ്റ്സുകളുണ്ടെങ്കിൽ ആ പോയിൻറ്റ്സ് കൂടെ ഷെയർ ചെയ്തിട്ട് ക്ലാസ് എടുക്കേണ്ടതായിട്ട് വരും. ദെൻ അപ്പോൾ അത്രയും കാര്യങ്ങൾ കൂടെ നമുക്ക്, അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ വളരെ സിമ്പിളായിട്ട് 3 കാര്യങ്ങളാണ് പഠിച്ചത്. എന്താണ് ഒരു ഗുഡ് കോസ്റ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു, വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് കോസ്റ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു. ദെൻ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് സ്റ്റെപ്സ് ഫോർ ഇൻസ്റ്റലേഷൻ ഓഫ് കോസ്റ്റിംഗ് ആൻഡ് വാട്ട് ആർ ദി ഡിഫിക്കൽട്ടീസ്, പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഇൻ ഇൻസ്റ്റാളിങ് കോസ്റ്റിംഗ് സിസ്റ്റം. അപ്പോൾ ഒരുപാട് തിയറി ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ചാപ്റ്ററിൽ നിന്ന് വരാനായിട്ട് സാധ്യതയുണ്ട്. ഒന്നുകൂടെ നെക്സ്റ്റ് ഒരു ക്ലാസ് കൂടെ നമുക്ക് എടുത്ത് കഴിഞ്ഞ് ഇത് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ.